എൻഗേജ്മെന്റിൽ കർത്താവിന്റെ ദാസന്മാരും സഭയും ദൈവമക്കളും ചേർന്ന് നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ് എന്ന കാര്യം ഓർമ്മിക്കുന്നു. ഈ നോട്ടീസ് ഉത്തരവാദിത്തപ്പെട്ട സഭകളിൽ പരസ്യം ചെയ്യുകയും ഇത് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു ആമേൻ പറയാം. കൈകൾ ഉയർത്തി അത് നിങ്ങളുടെ സമ്മതമായിട്ട് അംഗീകരിക്കുന്നു. ജോനഥാൻ ബെൻ ഫിലിപ്പ്, സിബിയ ദിനേശ്, നിങ്ങൾ രണ്ടുപേരും 60 സെക്കൻഡ് എങ്കിലും കണ്ണടച്ച് ഈ സമർപ്പണം, ഈ ഉഭയസമ്മതത്തിന് മുമ്പായി പ്രാർത്ഥിച്ചാൽ ആ സമയത്ത് ദൈവമക്കൾ, ഇവരെ സ്നേഹിക്കുന്നവർ, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങളെ തന്നെ ശോധന ചെയ്യുവാനും പരിപാവനമായ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ, ആമേൻ, ആമേൻ. ജോനഥാൻ ബെൻ ഫിലിപ്പ്, സിബിയ ദിനേശ്, നിങ്ങളുടെ അകവും പുറവും രാവും പകലും കാണുന്ന കർത്താവിന്റെ മുൻപിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ഉത്തരം പറയണം. വിശുദ്ധ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് തടസ്സമായിട്ട് ശാരീരികമോ മാനസികമോ ആത്മീയവുമായ എന്തെങ്കിലും കാരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഇല്ല, ഇല്ല. ജോനഥാൻ ബെൻ ഫിലിപ്പിനോട് ഞാൻ ചോദിക്കുകയാണ്, സിബിയ ദിനേശ് എന്ന ഈ സഹോദരിയെ, ഈ യുവതിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ നിനക്ക് പൂർണ്ണ സമ്മതമാണോ? ദൈവം നിങ്ങൾക്ക് തരുന്ന ആയുഷ്കാലത്ത് ഭർത്താവിന്റെ കടമകൾ നിർവഹിക്കുവാനായിട്ട് നീ നിന്നെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു. സിബിയ ദിനേശ്, നിന്നോട് ചേർന്ന് നിൽക്കുന്ന ഈ പ്രിയപ്പെട്ട ജോനഥാൻ ബെൻ ഫിലിപ്പ് എന്ന യുവാവിനെ ദൈവവചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം നിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ പൂർണ്ണ സമ്മതമാണ്. ഒരു ഭാര്യയുടെ കടമകൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതെല്ലാം അനുഷ്ഠിക്കുവാൻ നീ നിന്നെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു. ആമേൻ. എത്ര മനോഹരമായ നിമിഷമാണ്. ഭൂമിയിൽ ഒരു പുതിയ കുടുംബം പിറക്കുകയല്ലേ. എത്രയോ പിള്ളേര് മാതാപിതാക്കളെ കൂടാതെ പോയി കല്യാണം കഴിക്കുകയും സഭയ്ക്കും വാസന്മാർക്കും അപ്പനും അമ്മയ്ക്കും തീരാ കണ്ണുനീരുണ്ടാക്കി വെക്കുമ്പോൾ ഇത്രയും പഠിത്തമുള്ള കുഞ്ഞുങ്ങൾ ഇത്രയും അനുസരണത്തോടെ ഇവിടെ വന്ന് നിന്നതിന് ഒന്ന് കരങ്ങൾ അടിച്ചതിന് ഒന്ന് അഭിനന്ദിക്കാവൂ. ഇതൊരു ആത്മീയ ശുശ്രൂഷയാണ്. നമ്മൾ വിശ്വസിക്കുന്ന കർത്താവിനെ യോജിപ്പിക്കുന്ന ഒന്നാണ്. അങ്ങനെയാണ് നമുക്ക് കർത്താവിനോടുള്ള ബഹുമാനത്തിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയത്ത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു മനോഹരമായ ഗാനമാണ്, വാഗ്ദത്തത്തിൻ സമയമാണ്. അത് ഞാൻ ഇവരോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിലെ വാഗ്ദത്തത്തിൻ സമയമാണ്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി മാറും. അതൊരു പ്രവചനമായി ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരിൽ അസാധാരണ മാറ്റങ്ങൾ, പുരോഗമനങ്ങൾ, സമൃദ്ധി, ഉയർച്ച ഈ കുടുംബത്തിൽ ഇന്നു മുതൽ ആരംഭിക്കട്ടെ. രണ്ട് മാതാപിതാക്കളും ഇവർ നിമിത്തം ആനന്ദിക്കട്ടെ. ചേർന്ന് കാണാം. Hallelujah.
സിബിയ മോളെയും അങ്ങയുടെ പൊന്നുകരത്തിലേക്ക് അടിയിപ്പോൾ സമർപ്പിക്കും. മാതാപിതാക്കളും സഭയും ദൈവദാസന്മാരും ചേർന്ന് ഈ കുഞ്ഞുങ്ങളെ അവിടുത്തെ കയ്യിലേക്ക് തരുന്നു. കർത്താവേ, അവിടുത്തെ തൃക്കരത്താൽ ഇവരെ യോജിപ്പിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ യോനാഥാനും ശരിയായും യോജിപ്പിക്കപ്പെടുമാറാകട്ടെ. സഭയിൽ ചാമയിൽ പറയട്ടെ. ആ പാട്ടിന്റെ വരികൾ വീണ്ടും പാടാം. മുഖത്തേക്ക് നോക്കി ഏറ്റു പറയേണ്ടതാകുന്നു. ജോനതൻ ബെൻ ഫിലിപ്പ് ആകുന്ന ഞാൻ, സിബിയ ദിനേഷ് ആകുന്ന താങ്കളെ ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം എന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിത്തരുന്ന ഏത് സാഹചര്യത്തിലും, സന്തോഷത്തിലും സന്താപത്തിലും, സുഖത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ഉയർച്ചയിലും താഴ്ചയിലും, മാനത്തിലും അപമാനത്തിലും, ഏതവസ്ഥയിലും എന്നെ സ്നേഹിച്ച് ബഹുമാനിച്ച് പോറ്റി പുലർത്തി ഒരു ഉത്തമ ഭർത്താവിന്റെ കടമകൾ നിർവഹിച്ചുകൊള്ളാമെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവസഭയുടെ നടുവിൽ വെച്ച് ഞാൻ നിന്നോട് ഉറപ്പായി ഉഭയസമ്മതം ചെയ്യുന്നു. ഇത് പാലിപ്പാൻ ദൈവം എനിക്ക് കൃപ ചെയ്യുമാറാകട്ടെ. സമയൊരുമിച്ച് ആമേൻ പറയട്ടെ. സിബിയ ദിനേഷ് ആകുന്ന ഞാൻ, ജോനതൻ ബെൻ ഫിലിപ്പ് ആകുന്ന അങ്ങേ ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിത്തരുന്ന ഏത് സാഹചര്യത്തിലും, സന്തോഷത്തിലും സന്താപത്തിലും, സുഖത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ഉയർച്ചയിലും താഴ്ചയിലും, മാനത്തിലും അപമാനത്തിലും, ഏത് അവസ്ഥയിലും അങ്ങയെ ബഹുമാനിച്ച് അനുസരിച്ച് കീഴ്പ്പെട്ട് ഒരു ഉത്തമ ഭാര്യയുടെ കടമകൾ നിർവഹിച്ചുകൊള്ളാമെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവസഭയുടെ നടുവിൽ വെച്ച് ഞാൻ അങ്ങയോട് ഉറപ്പായി ഉഭയസമ്മതം ചെയ്യുന്നു. ഇത് പാലിപ്പാൻ ദൈവം എനിക്ക് കൃപ ചെയ്യുമാറാകട്ടെ. സഭയെ ഒരുമിച്ച് ആമേൻ പറയട്ടെ. Ah
നിങ്ങളെല്ലാവരും നന്ദിയുള്ളവരും സന്തോഷമുള്ളവരുമായിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കൈകൾ ഇവരുടെ മേൽ നീട്ടുക. നമ്മുടെ സമൂഹത്തിൽ ഇവരെന്നും ഒരു അനുഗ്രഹമായിരിക്കണം, ഇവരൊരു മാതൃകയായിരിക്കണം. സ്തോത്രം, 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 സ്തോത്രം. മുട്ടുകുത്താൻ ബുദ്ധിമുട്ട് വരുമോ എന്ന് ഞാൻ സംശയിച്ചതിൽ ഞാൻ സോറി പറയുന്നു. ഈ കുഞ്ഞുങ്ങളെ അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്നത് സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവൻ പിശാചിന്റെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരില്ല. കർത്താവേ, അവിടുന്ന് ഇറങ്ങി വന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യോജിപ്പിച്ചല്ലോ, നിങ്ങൾ നന്ദി പറയുന്നു. ദൈവഭയത്തിലേറ്റു പറഞ്ഞ ആ വാക്കുകൾ പാലിക്കാനുള്ള അളവറ്റ കൃപ ഈ കുഞ്ഞിന് കൊടുക്കണമേ. ഈ ഭൂമിയിൽ കഷ്ടവും ദുഃഖവും ഞെരുക്കവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെന്ന് ഞങ്ങളെല്ലാം കാണുന്നു. ഇതിന്റെ എല്ലാം നടുവിൽ എന്റെ കർത്താവ് എന്റെ കൈക്ക് പിടിച്ചിരിക്കുന്നു എന്നുള്ള ഉറപ്പോടെ ജീവിതം നയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൾക്ക് പുതിയൊരു ഭവനത്തിൽ അവൾ താമസിക്കുമ്പോ അതിനുവേണ്ടതായ പരിജ്ഞാനം, അതിനുവേണ്ടതായ സൗമ്യത, ദീർഘക്ഷമ, പ്രാർത്ഥനാ സ്വഭാവം എല്ലാം നൽകി കുഞ്ഞിനെ അനുഗ്രഹിക്കുമാറാകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ പ്രഖ്യാപനം ചെയ്തുകൊള്ളുന്നു. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. സഭ ഒരുമിച്ച് ആമേൻ പറയട്ടെ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ കുറേ ഇതിൻ്റെ അകത്ത് വീഡിയോ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇതെൻ്റെ അച്ഛൻ്റെ മക്കളെ മോൻ്റെ മോനാന്ന്. ഇതെൻ്റെ അച്ഛൻ്റെ മരുമോളാണ് കേട്ടോ, മരുമോള്. ഇത് മരുമോളെ മോള്. മരുമോളെ മോൻ്റെ ഭാര്യ. ഇതാ ശരിക്കും മരുമോള്. ഇതൊരു കുഞ്ഞുവാവ. ഇതാ കുഞ്ഞുവാവ. ഇത് കുഞ്ഞുവാവ. കുഞ്ഞുവാവിൻ്റെ ഇത് നോക്കട്ടല്ലേ? കുഞ്ഞുവാവയല്ലേ നല്ല വാവ അല്ലേ? ആ, ഇതൊരു കുഞ്ഞുവാവ. എൻ്റെ അച്ഛൻ്റെ മരുമോൻ്റെ മോനാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ കുടുംബങ്ങളാണ് കേട്ടോ ഇതെല്ലാം. ഞാനൊരു വീഡിയോയിൽ കാണും. ഇനിയും ഉണ്ട്, എല്ലാവരും എടുത്തില്ല. ഇനിയുണ്ട്. എല്ലാവർക്കും